പ്രൊഡക്റ്റാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു ജീവനെ നിലനിർത്താൻ വേണ്ട ഏറ്റവും ചെറിയ പ്രൊഡക്റ്റുകൾ ഇന്ന് നമ്മുടെ വെസ്റ്റീജ് കമ്പനിയിൽ ഉണ്ടെന്നുള്ളതാണ്. അത് നിങ്ങൾ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളത്തെ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ അത് ഈ ഹോളിൽ ഇരിക്കുന്ന മക്കളാണെന്നുള്ളതാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കടന്നു പോയി ലീഡേഴ്സ് ഇന്ന് വീടായി, കാറുകളായി, ഏത് ഇഷ്ടപ്പെട്ട വണ്ടിയിൽ എനിക്ക് യാത്ര ചെയ്യണമെങ്കിലും അതിൽ യാത്ര ചെയ്യാനും, അതുപോലെ എൻ്റെ മക്കള് ഫാമിലി ഇന്നിപ്പോൾ മരുമോനും മോളും വന്നു, ഇന്നലെ എന്നെ മലപ്പുറത്ത് മോനും ഹസ്ബൻഡും കൊണ്ടയാക്കി, അങ്ങനെ ഫാമിലി ആയിട്ട് ഒരുമിച്ച് സന്തോഷിച്ച് സമാധാനത്തോടുകൂടി ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയ ബിസിനസ്സിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നെക്കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കുട്ടികൾക്ക് അത് കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം ഞാൻ ഇവിടുന്ന് തരികയാണ്. ഒരു പ്രതിജ്ഞ, കണ്ണടച്ച് പ്രതിജ്ഞ ചെയ്താണ്. ആദ്യം നമ്മൾ വീട്ടിലേക്ക് പോയിക്കോളൂ. ഒരു കാറും ഒരു വീടും എടുക്കുന്ന ഒരു സ്വപ്നം കണ്ണടച്ച് വന്ന് പോയി കണ്ടുവരും. കണ്ണടക്കി, എല്ലാവരും കണ്ണടക്കി. ഓക്കെ, കണ്ണടച്ച് പോയി. നിങ്ങൾ വീട്ടിൽ പോയി, നിങ്ങളെ കാറ് ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ അതിലേറെ വലിയ കാറ് കണ്ടോ സ്വപ്നം? വീടിനെ സ്വപ്നം കണ്ടു നോക്കിയോ? വീടുണ്ടാവും ചിലപ്പോ. ചിലർ വീട്ടില് വാടക വീട്ടിലൊക്കെ ഉണ്ടാവും. ഞാൻ വാടക വീട്ടിലൊക്കെ താമസിക്കാവാണ് ഞാൻ. പക്ഷെ അതിൽ നിന്ന് മാറി ആ വീടും ആ കാറുമാണ് ഇന്ന് നിങ്ങൾ പോയിട്ട് നിങ്ങളെ വീടിന്റെ മുന്നിലും അതുപോലെ തന്നെ നിങ്ങളെ ഫോണിന്റെ മുന്നിലും കാണേണ്ടത്. നിങ്ങളെ വീടിന്റെ മുന്നിലും കാണണം, നിങ്ങളെ ഫോണിന്റെ മുന്നിലും. കയറി വരുന്നവരെല്ലാവരും ചോദിക്കുന്നത് എന്താണെന്ന്. ഇതെന്ത് ഡ്രീംസ് ആണ്, ഇതെന്ത് സ്വപ്നമാണ്. ഇത് ഞാൻ അവിടെ ഗോളം എഴുതിയേക്കുക. ഒരു 1 ഇയർ ആണെങ്കിൽ 1 ഇയർ, 2 ആണെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ 2 വർഷം. പക്ഷെ 2 വർഷത്തിലേക്ക് ഒരിക്കലും നിങ്ങൾ ഗോൾ നീട്ടി പോകരുത്. 1 വർഷത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഗോൾ അച്ചീവ് ചെയ്യണം. ഗോൾ അച്ചീവ് ചെയ്യാൻ നമ്മളതാണ് ഞങ്ങൾ ഏറ്റവും അടുത്തേക്ക് കൊണ്ടുവരണം. ദൂരത്തേക്ക് പോയാൽ ആ ടൈമിൽ കുറേ ഇതാകുമ്പോൾ നമുക്ക് അതിനിങ്ങനെ നീട്ടി പോകുള്ളൂ. ഞാൻ നോക്കി, നിങ്ങൾ ജനുവരി 26 എൻ്റെ ഒരു ഗോളായിരുന്നു. വീണ്ടും ജനുവരി 26 രണ്ടാമത്തെ കാറ്, വീണ്ടും 3ാമത്തെ കാറ്, ഓഗസ്റ്റ് 15 ഞാൻ പറഞ്ഞുകൊണ്ടേ നിന്നിരുന്നത്. ആ ഓഗസ്റ്റ് വന്നപ്പോൾ ഓഗസ്റ്റിലിൻ്റെ 3ാമത്തെ വണ്ടി. ഇന്ന് ഞാൻ പറയുന്നു 2025 ജനുവരി 24 എൻ്റെ പാൽക്കാച്ചൽ ചടങ്ങ്. 2025 ജനുവരി 24 അവിടെ ഞാൻ സ്റ്റാർ ആൻഡ് അബോർഡ് എല്ലാ ലീഡേഴ്സിനും ഇന്നിവിടെ ഇരിക്കുന്ന, ഇന്ന് നിങ്ങൾ 5 ആണോ, ഇന്ന് നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ടാണോ എന്ന് എനിക്കറിയണ്ട. നിങ്ങളൊരു സ്റ്റാർ ആൻഡ് അബോർഡ് ലീഡർ ആണെങ്കിൽ നിങ്ങൾ അതിലുണ്ടാവും. നിങ്ങൾ അപ്ലൈൻസ് നിങ്ങൾക്ക് എത്തിക്കും. എന്നറിയുന്ന ഒരുപാട് മക്കളുണ്ട് ഇവിടെ. ഞങ്ങളുണ്ട്, അതൊക്കെ അറിയുന്ന, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ വർക്ക് ചെയ്ത് ഞങ്ങൾ ഈ സിസ്റ്റത്തിന് ഞങ്ങളിവിടെ നിലനിർത്തിയ മക്കളാണ്. അപ്പോൾ അവരുണ്ടാവും, അവർ നിങ്ങളവിടേക്ക് എത്തിക്കും. ഒരു സ്റ്റാർ ആൻഡ് അബോർഡ് എല്ലാ മക്കളെയും എത്തിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ആ പാൽക്കാഴ്ച ചടങ്ങ് നടത്തണ്ടേ? ഒരു ഹീറോയിൽ നിന്ന് വന്ന് ഒരു ഹീറോ ആയ നിങ്ങളുടെ ഉമ്മാന്റെ പാൽക്കാഴ്ച ചടങ്ങിൽ നിങ്ങൾ എത്തൂലേ? അതിന്റെ മക്കളിൽ നിന്ന് എന്ത് ചെയ്യാൻ? നിങ്ങൾ ഇന്നൊരു ഗോൾ ഇവിടെ സെറ്റ് ചെയ്ത് നിങ്ങളെ മനസ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിന്റെ ഉള്ളിലുണ്ടെങ്കിൽ പോകുന്ന സമയത്ത് വല്ല എന്താ പറയാ ഓവാലോ അല്ലെങ്കിൽ വല്ല പോയേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൊടുത്തിട്ട് കുടിച്ചിട്ട് എറിഞ്ഞിട്ടാണ് പോയിക്കൂടി. എന്നിട്ട് പോയിട്ട് നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങളെ മനസ്സങ്ങോട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ വെച്ച ഗോളിലേക്ക് നിങ്ങൾ എത്തിപ്പെടും കേട്ടോ. അപ്പൊ ഞാനിനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും, ഈ ഗോളിലിരിക്കുന്ന മക്കൾക്ക് എല്ലാവർക്കും നാളെ ഒരു യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറായിട്ട് നിങ്ങളെ ഈ സ്റ്റേജിൽ കാണാൻ കഴിയട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആയിഷ ഉമ്മ നിങ്ങൾ വിചാരിച്ചു വയസ്സായാണെന്ന് വിചാരിച്ചു അല്ലേ? ഇത് വയസ്സായ ചുമ്മയായതല്ല, പ്രായമൊക്കെ ആയിട്ട്
അയ്യോ അപ്പുറം പറയായിരുന്നു പൈസ പറഞ്ഞ രണ്ടുകൂടെ ചെന്നി പറഞ്ഞ ആയിഷ്ടാക്കാർ എല്ലാവരും ഉമ്മാന്നാണ് മക്കളെ മക്കളെ കൊണ്ടാണ് എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നത് അല്ലേ. ഈ ഉമ്മാന്റെ പ്രായമായവരല്ലേ ഇതിൽ കുറവുള്ളവരുണ്ട് കൂടുതലുള്ളവരുണ്ട്. നിങ്ങൾക്ക് ഇനി എന്താണ് ഒരു എക്സ്ക്യൂസ്? എന്താ എക്സ്ക്യൂസ്? ഞാൻ ഈ കഥ കേട്ടിട്ടുണ്ട്. നമ്മള് നേരത്തെ രമേശ് സാറിനോട് ഉണ്ടാകുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. ഇതേപോലെ പ്രോഡക്റ്റ് തലയിൽ ചുമക്കലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എവിടുന്ന് എവിടെ എത്തി? ഇനി എന്ത് എക്സ്ക്യൂസ് പറയാന്നുള്ളത്? നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുമോ? ഈ എസ് കൊണ്ട് കഴിയില്ല. കഴിയോ കഴിയില്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു കൈ കൊടുക്കാം. ഈ കൈ ഒരു പുനർചിന്തനം വരുത്താൻ നമ്മളെല്ലാം മനസ്സിൽ തന്നെ മാറ്റം വരുത്താൻ കഴിയണം. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്ന വിഷയം. താങ്ക് യു.